ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് സൈബർ ക്രൈംസും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി നമ്മോടൊപ്പം ഇന്നുള്ളത് ടെക്വൈസ് ഫൗണ്ടേഷൻ്റെ ലീഗൽ കൺസൾട്ടൻ്റായ അഡ്വക്കേറ്റ് ജിനു സാറ ജോർജ് ആണ്. മാം, സ്വാഗതം. താങ്ക് യു. മാം, സമൂഹത്തിൽ പ്രധാനമായി കണ്ടുവരുന്ന സൈബർ ക്രൈംസ് എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ലീഗൽ പ്രൊട്ടക്ഷൻ നേടാം? സൈബർ ക്രൈംസ് അല്ലെങ്കിൽ സൈബർ ഒഫൻസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഐപാഡ്, അത്തരത്തിലുള്ള ഏത് ഗാഡ്ജറ്റ് ഉപയോഗിച്ചിട്ടായാലും ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ, ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈബർ ക്രൈം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നതിൽ അധികമായിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, എസ്പെഷ്യലി നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആണ് അധികവും ഉള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാം ഹാക്കിംഗ്, അതുപോലെയുള്ള പലതരത്തിലുള്ള സ്കാംസ്, ഇതൊക്കെയാണ് നമ്മൾ അധികവും ഇന്ന് കാണുന്നത്. സ്കാംസ് തന്നെ പല തരത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് MVD, അതുപോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ് അല്ലെങ്കിൽ പോർട്ടലാണെന്നുള്ള വ്യാജേന ചില ലിങ്കുകൾ വരുന്നു, ചില ചെല്ലാൻസ് റേസ് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ്, നമ്മുടെ ഏത് തരത്തിലുള്ള ഡിവൈസ് ആയിക്കോട്ടെ, അതെല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്നു, അതിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായി ഇപ്പോൾ കണ്ടുവരുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രോഡ്സുകൾ. അത് പലതരത്തിലുള്ള സ്കാംസ് നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വ്യാപിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പുതിയ തരത്തിലുള്ള ഇഷ്യൂസാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു ടൈം കൂടെയാണ് വെൻ വി ആർ ഡീലിംഗ് വിത്ത് ഓൾ ദീസ് ന്യൂലി ഫോംഡ് ഗാഡ്ജറ്റ്സ് ആൻഡ് ടെക്നോളജീസ്. നിലവിലുള്ള സൈബർ സെക്യൂരിറ്റി ലോസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് ഐ വുഡ് സേ വിക്ടിംസ് റിലക്റ്റൻസ്. അതായത് സൈബർ കുറ്റകൃത്യങ്ങളിൽ എന്തെങ്കിലും അകപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തി പലപ്പോഴും നിയമത്തിൻ്റെ സംരക്ഷണം തേടാറില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഭയം കൊണ്ടാവാം, മറ്റുള്ളവർ അറിയുമെന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടാവാം, എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ, എൻ്റെ മണ്ടത്തരം കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു അപകർഷബോധം ഒക്കെ കൊണ്ടാവാം. പക്ഷെ പലപ്പോഴും ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഫൻഡേഴ്സിന് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അതൊരു എൻകറേജ്മെൻ്റ് ആണ്, വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എൻകറേജ്മെൻ്റ് ആണ്. സോ ദ ഫസ്റ്റ് ലിമിറ്റേഷൻ ഐ വുഡ് സേ, ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിയമത്തിൻ്റെ സഹായം തേടിയേ മതിയാവുള്ളൂ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ലിമിറ്റേഷൻ. അത് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഞാൻ ഒരു നിയമസംരക്ഷണം തേടിയേ പറ്റുള്ളൂ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു ബോധ്യം അവർക്കുണ്ടാവണം. രണ്ടാമത്തെ ലിമിറ്റേഷൻ ഐ വുഡ് സേ, പ്രോപ്പറായിട്ടുള്ളൊരു അവെയർനെസ് ഇല്ല. അതായത് ഒരു സൈബർ ഒഫൻസ് ഉണ്ടായി, ആദ്യം ഞാൻ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്? ചിലപ്പോൾ അതൊരു ടെക്നിക്കലി എടുക്കേണ്ട ഒരു സ്റ്റെപ്പായിരിക്കാം. അതുപോലും പലപ്പോഴും ആളുകൾക്ക് അവെയർ ആയിരിക്കില്ല എന്ത് ഞാൻ ആദ്യം ചെയ്യണം എന്നുള്ളത്. ആദ്യം ടെക്നിക്കലി ചെയ്തതിന് ശേഷമായിരിക്കാം ലീഗൽ സ്റ്റെപ്പ് എടുക്കേണ്ടത്. സോ പലപ്പോഴും ആ ടെക്നിക്കലി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ, അത് രണ്ടാമത്തെ ഒരു ലിമിറ്റേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. സോ എത്രത്തോളം നമുക്ക് ആളുകളിലേക്ക് അവെയർനെസ് കൊടുക്കാമോ അത്രയും നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ ഞാൻ പറയുന്നത്. ഇനി മൂന്നാമത്തേത്, അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. അതായത് പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് പല പുതിയ നിയമങ്ങളും വരുന്നുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ആവാനും അത് ഇഫക്റ്റിൽ വരാനായിട്ടും കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട്. സോ അത് മൂന്നാമത്തെ ഒരു ലിമിറ്റേഷനായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.